ഹലോ നമസ്കാരം. ഞാനിന്ന് പറയാൻ വന്നതെന്ന് വെച്ചാൽ നമ്മൾ നഴ്സസിൻ്റെ സ്ട്രൈക്സിനെ പറ്റി ഇപ്പം കേൾക്കുന്നു. സ്ട്രൈക്സിനെ പറ്റി ഞാൻ അവരുടെ കൂടെ തന്നെ, ഞാൻ അവരുടെ കൂടെ മാത്രമല്ല, ഇങ്ങനെയുള്ള പ്രൊഫഷനിൽ അല്ലെങ്കിൽ വേറെ പ്രൊഫഷൻസിൽ ടീച്ചേഴ്സ്, പിന്നെ MBA ചെയ്ത പിള്ളേർ, ഇവർക്കെല്ലാം കിട്ടുന്ന സാലറി വളരെ മോശമായിട്ടുള്ളതാണ്. എസ്പെഷ്യലി നമ്മൾ കമ്പയർ ചെയ്യുന്ന വെളി രാഷ്ട്രമായിട്ട്. അപ്പോൾ അവരുടെ എക്കണോമിയും അവരുടെ ഒരു ഡെവലപ്ഡ് സ്റ്റേറ്റ് ആകുമ്പം അവർക്കത് കൊടുക്കാൻ പറ്റുന്നു. നമ്മുടെ ഇവിടെ അത് കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് അവർ പറയുന്നത്. ഞാൻ നഴ്സസിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇതിൽ. പക്ഷേ ഇതിലൊരു പ്രോബ്ലം ഉണ്ട്. ഇത് നമ്മൾ നഴ്സുമാരും ഇപ്പം ഡോക്ടേഴ്സും സ്ട്രൈക്കിന് പോകാൻ പോവാം. എന്ന് വെച്ചാൽ ജൂനിയർ ഡോക്ടേഴ്സിന് 25,000 രൂപ, 18 രൂപ, പിന്നെ 50 രൂപ. അപ്പോൾ അവർ പറയുന്ന അവർ കോടികൾ മുടക്കിയിട്ടാണ് പഠിച്ചത്. അവർ ഡോക്ടറാണ് ഭയങ്കര കഷ്ടപ്പെട്ടു. അപ്പം ഞാനിതിൽ കുറേ കമൻറ്റ്സ് കേട്ടു. കുറേ ഡോക്ടേഴ്സ് ഇത്ര സാലറി കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല. എന്നാൽ പിന്നെ നിങ്ങൾ എന്താ ഡോക്ടറാകാൻ പോകാൻ? എല്ലാ പ്രൊഫഷനിലും അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടെ കയറി പറ്റാൻ അതിൻ്റെതായ ഒരു ചലഞ്ചാണ്. നമുക്ക് പൈലറ്റ് ആവാൻ പറ്റില്ല ചിലർക്ക് നമുക്ക് പ്രസിഡന്റ് ആവാൻ പറ്റില്ല, നമുക്ക് MLA ആവാൻ പറ്റില്ല, അല്ലെങ്കിൽ MP ആവാൻ പറ്റില്ല. ഞങ്ങൾക്ക് അത്രയും സാലറി വേണം, ഞങ്ങളത് വർക്ക് ചെയ്യുന്നു. ഇതിലൊരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട്. അത് ബിസിനസ് പഠിച്ച ആളുകൾക്ക് മിക്കവാറും അറിയായിരിക്കും. ബിസിനസ് ആൻഡ് സപ്ലൈയിൽ നമ്മുടെ ഡിമാൻഡ് കൂടുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നമ്മുടെ സപ്ലൈ കുറഞ്ഞിരിക്കുമ്പോൾ ഡിമാൻഡ് കൂടും. എന്ന് വെച്ചാൽ ഡോക്ടർമാർ ഒരു 1000 പേരുണ്ടെങ്കിൽ നഴ്സുമാർ ഒരു 15,000 പേരുണ്ട്. എന്ന് വെച്ചാൽ ഡോക്ടേഴ്സിനെ കിട്ടാൻ പ്രയാസമാണ്. ഡോക്ടേഴ്സ് പിന്നെ അവരുടെ പ്രൊഫഷണൽ അവർ പഠിത്തവും അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഇച്ചിരിയൂടെ സീവിയർ ആയുണ്ട് കമ്പയർ ടു, ഞാൻ പറയുന്നില്ല നഴ്സസ് ചെയ്യുന്നില്ല. നഴ്സസ് കംപ്ലീറ്റ്ലി അവരെ ഹെൽപ്പ് ചെയ്യുന്നു. അവരുടെ കൂടെ നിൽക്കുന്ന ഒരു ടീമിൻ്റെ ഒരു എസെൻഷ്യൽ പാർട്ടാണ്. നമുക്ക് അവരെ തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ ഒരു ഡോക്ടറിനെ വേണമെങ്കിൽ അതേ സ്ഥാനത്ത് നമുക്കൊരു നഴ്സിനെ വേണമെങ്കിൽ ആ നഴ്സിന് ഈസിലി അവൈലബിളാണ്. പക്ഷേ ആ സ്പെഷ്യലൈസ്ഡ് ആ ഡോക്ടറിനെ കിട്ടാൻ പ്രയാസമാണ് അല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ ആണെങ്കിൽ അവരുടെ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പം സപ്ലൈ കുറവുമാണ്. അപ്പം സാലറി ഓബ്വിയസ്ലി അവരുടെ പ്രൊഫഷൻ അനുസരിച്ച് ഇത് ചെയ്യാൻ പറ്റും. അപ്പം ചിലർ പറഞ്ഞു അവർ പഠിക്കുന്നത് തന്നെ ഞങ്ങൾ പഠിക്കുന്നത്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം പ്രോബ്ലം ഇവിടെ ഉള്ളത് ഇപ്പം ഈ മെയിൻ ഞാൻ ഇഷ്യൂസ് കാണുന്നതെന്ന് വെച്ചാൽ ഈ സംസാരവും ഈ ടോക്കും അല്ലെങ്കിൽ ഈ സ്ട്രൈക്കും മെയിൻലി ഫോക്കസ് ഒറ്റൊരു പോയിന്റില്ല. ലേബേഴ്സിന് കിട്ടുന്ന 1,200 രൂപ ഞങ്ങൾക്ക് അത്രയും പോലും കിട്ടുന്നില്ല. നിങ്ങൾ പറഞ്ഞ ആബ്സല്യൂട്ട്ലി കറക്റ്റ്. ഈ ലേബേഴ്സിന് ഇത്രയും സാലറി കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ കേരളത്തിലാണെങ്കിൽ സപ്ലൈ ഇല്ല ലേബേഴ്സിൻ്റെ. അപ്പോൾ ഈ സാലറി കൂട്ടിയിട്ട് പോലും നമുക്ക് നമ്മുടെ നാട്ടിൽ സപ്ലൈ ഇല്ലായിരുന്നു ലേബേഴ്സിൻ്റെ. 1,200 രൂപ കൊടുക്കാൻ റെഡിയാന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ആളുകളില്ല ലേബേഴ്സ് ചെയ്യാൻ. അപ്പോൾ ഈ 1,200 എന്ന് പറഞ്ഞപ്പോണ്ടല്ലോ വെളിയിലുള്ള ആളുകളെ അത് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്ത്. എന്ന് വെച്ചാൽ അവിടെയൊക്കെ 500 രൂപയ്ക്കുള്ളൂ ലേബേഴ്സിന്. 500 കൂടി മാക്സിമം 600 രൂപ, അതിൽ കൂടുതൽ ഇല്ല. അപ്പം അതിൻ്റെ ജസ്റ്റ് ഡബിൾ കിട്ടുമ്പോൾ അവരിങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു, നമ്മൾ വെളി രാഷ്ട്രത്തിൽ പോകുന്ന പോലെ. പിന്നെ ചിലർ പറഞ്ഞ് ഡോക്ടറിൻ്റെ ഏകദേശമെങ്കിലും വരണം. അതെങ്ങനെയാണ് വരുന്നത്? നമ്മളുടെ വെളി രാഷ്ട്രത്തിൽ തന്നെ ഒരു നഴ്സസിന് ആണെങ്കിൽ ഒരു കാനഡ പോലെ രാജ്യത്ത് 3 ലക്ഷം രൂപ വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിന് അറിയാമോ നിങ്ങൾക്ക് എത്ര കിട്ടുന്നതെന്ന്? അവർക്ക് ഏകദേശം 6, 7, 8 ലക്ഷം രൂപ വരെ മാസം വരുമാനമുണ്ട്. അത് കുറവല്ല. അപ്പോൾ ആ ഗ്യാപ്പ് നിങ്ങൾ കാണുന്നില്ല. അതിൻ്റെ കാരണം എന്താ? നമ്മൾ എപ്പോഴും വെളി രാഷ്ട്രത്തെ സാലറി പറ്റി കമ്പയർ ചെയ്യും. അപ്പോൾ അതുപോലെ നമ്മുടെ ഈ നാട്ടിലും ഇവിടെ അവർക്ക് 10 ലക്ഷം രൂപ ഒന്നും കാണില്ല ഡോക്ടേഴ്സിന്. അപ്പോൾ അതനുസരിച്ച് ആ ഗ്യാപ്പ് ഉണ്ട്. അപ്പം നമ്മൾ ഇത് കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു കാര്യം കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെളിയിൽ ഇത്രയും 2.5 ലക്ഷം രൂപ കിട്ടുന്നു, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യത്തിൽ 3 ലക്ഷം രൂപ കിട്ടുന്നു, 4 ലക്ഷം രൂപ ചിലടത്ത് കിട്ടുന്നു. അപ്പം അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ അവിടുത്തെ ഡോക്ടേഴ്സിന് എത്ര കിട്ടുന്നു അതുകൊണ്ട് നിങ്ങൾ കമ്പയർ ചെയ്യണം. അപ്പം മെയിൻ ഇഷ്യൂ ഇവിടെ വരുന്ന ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഈ സ്ട്രൈക്ക് ടീച്ചേഴ്സിന് ചെയ്യാൻ പറ്റുമോ? ഈ സ്ട്രൈക്ക് നമ്മുടെ MBA പഠിച്ച് എന്ന് വെച്ചാൽ നല്ല ചിലവോടെ പഠിക്കുന്നത് ഒരു 10 രൂപയെങ്കിലും ചിലവാണ്, 10 ലക്ഷം. അപ്പോൾ ഈ MBA ചെയ്ത പിള്ളേർ ഇറങ്ങി 15,000 രൂപയ്ക്കൊക്കെ ജോലി ചെയ്യുന്ന അവർക്ക് ഈ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ടീച്ചേഴ്സിന് 10,000 രൂപ 15,000 രൂപ കൊടുക്കുന്നത് അത് ജസ്റ്റിഫൈഡ് ആണോ? അവരും ഗ്രാജുവേഷൻ ചെയ്യുന്നു, ഗ്രാജുവേഷൻ ചെയ്ത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നു, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് BEd ചെയ്യുന്നു. അപ്പോൾ അവർക്ക് നിങ്ങളുടെ കൂട്ടുള്ള ഒരു യൂണിയൻ ഇല്ല. അപ്പം ഇപ്പം വരാൻ പോകുന്നൊരു ഇതെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ അത് നല്ലതുമാണ്, ഞാൻ പറയുന്നില്ല, അത് നേടിയെടുക്കുമ്പോൾ ഈ മാനേജ്മെൻറ്റ് എന്താ ചെയ്യാൻ തോന്നുന്നതെന്ന് അറിയാമോ? ഈ ഞങ്ങൾ 300 രൂപ കൊണ്ടുപോയി കൊടുക്കുന്നത് ഇത് എല്ലാ കോമൺ മാനിനെ ബാധിക്കും. ഞങ്ങൾ 300 രൂപ കൊണ്ട് കൊടുക്കുന്നത് അത് 1000 രൂപയ്ക്ക് മാറ്റും ക്രമേണ ഈ കൺസൾട്ടേഷൻ ചാർജസ്. പിന്നെ അതേ സംബന്ധിച്ച് ബാക്കി എല്ലാ സർവീസ് ചാർജ് എന്തുണ്ടോ, ഒരു ഓപ്പറേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ എന്ത് സിമ്പിൾ കാര്യം എന്തെല്ലാം സർവീസസ് ഒരു ഹോസ്പിറ്റലാണെങ്കിൽ തരുന്നോ, സെർവ് ചെയ്യുന്നോ, അതിനെല്ലാം വില കൂടും. അപ്പോൾ അത് ഏതൊരു സാധാരണക്കാരെയും ബാധിക്കുന്നതാണ്. ഇപ്പം നമ്മളുടെ നഴ്സസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ വീട്ടിൽ നിന്നും ഓരോ നഴ്സസ് ഉണ്ട്. അതാണ് നിങ്ങളുടെ സ്ട്രെങ്ത്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മാന്യമായിട്ടൊരു സാലറി നിങ്ങളാണെങ്കിൽ അത് കാറ്റർ ചെയ്യാൻ നോക്കൂ. പിന്നെ ഇത് ഗവൺമെൻറ്റിൻ്റെ പ്രോബ്ലമോ നമ്മളുടെ നാട്ടിലെ ഒരു ഇഷ്യൂ ആയത് എന്ന് വെച്ചാൽ
എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എത്രമാത്രം ഡിമാൻഡ് കുറയുമോ, നിങ്ങളുടെ ഡിമാൻഡ് കുറഞ്ഞിരിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ഒത്തിരി ഉണ്ട്, സപ്ലൈ ഇഷ്ടം പോലെ നിങ്ങൾ ആളുകൾ, അതുകൊണ്ടാണ് സാലറി ആണെങ്കിൽ കുറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഇത്ര നഴ്സസ് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല വാല്യൂ ആയിരുന്നില്ല. ഡോക്ടർമാരുടെ അത്രയൊന്നും വരില്ല, എന്നാലും നിങ്ങൾക്ക് സ്റ്റിൽ ഈ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് ഏകദേശം ആണ്. അപ്പം മെയിൻ ഇഷ്യൂസ് അതാ വരുന്നത്. അപ്പം നമ്മൾ കഴിവതും ശ്രമിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു സിസ്റ്റത്തിനെ ആണെങ്കിൽ അങ്ങ് ഹാമ്പർ ചെയ്യാതെ നമുക്ക് നമ്മളുടെ അർഹതപ്പെടുന്ന എത്രമാത്രം വരുന്നോ അത്രയും നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ എൻ്റെ ടീച്ചേഴ്സ് പ്രൊഫഷനിലുള്ളവരോടും MBA പഠിച്ചിറക്കുന്ന പിള്ളേർ, അവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. അവർ നിങ്ങളെക്കാട്ടിലും കൂടുതൽ പൈസ മുടക്കി പഠിച്ച ആളുകൾ, MBA ഒക്കെ പഠിച്ച ആളുകൾ. അപ്പം സോ ഇറ്റ്സ് ക്വൈറ്റ് ചലഞ്ചിങ് ഫോർ എവ്രി വൺ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് യു. നിങ്ങളിങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നു, അത് പേഷ്യൻസിനെ ഹാമ്പർ ചെയ്യുന്നു, ജോലി ചെയ്യില്ലെന്ന് പറയുന്നു, കംപ്ലീറ്റ് സ്ട്രൈക്കിൽ പോകുന്നു. പിന്നെ ഓരോ ഹോസ്പിറ്റൽസ് നമ്മൾ പറയുന്ന പോലെ എല്ലാ ഹോസ്പിറ്റൽസും റവന്യൂ ജനറേഷൻ അത്ര ഹൈ അല്ല. അപ്പം അത് നമ്മളെ ഒത്തിരി മാറ്റർ ചെയ്യുന്നൊരു സംഭവം. നിങ്ങൾ ഇന്ന് തന്നെ മീറ്റിംഗ് കൂടി അത് തീരുമാനിക്കണമെന്ന് പറയുന്നത് അതൊന്നും പറ്റിവിടുന്ന സംഭവമല്ല. എന്താണെന്ന് വെച്ചാൽ റവന്യൂ ജനറേറ്റ് അതനുസരിച്ച് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ചിലപ്പോൾ 40,000 രൂപ ആക്കാൻ പറ്റും. അതൊരു പ്രൈവറ്റ് കമ്പനി, ഇപ്പം നഴ്സിംഗ് ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റി വെച്ചാലും കമ്പനി ടു കമ്പനി സാലറി വാരി ചെയ്യും. എത്രമാത്രം റവന്യൂ ജനറേഷൻ ഉണ്ടോ അത്രമാത്രമേ അവർക്ക് റെമ്യൂണറേഷൻ തരാൻ പറ്റൂ, അല്ലാതെ അവർക്ക് പറ്റില്ല. അപ്പോൾ അതെല്ലാം അവർക്ക് തിങ്ക് ചെയ്യണം. അവരുടെ ഒരു ഇതൊരു സിസ്റ്റം, മൊത്തം സിസ്റ്റത്തിനെ മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ഡിസിഷൻ വന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കംപ്ലീറ്റ് സ്ട്രൈക്കിന് പോവുക. ഇത് ആരെ ഹാമ്പർ ചെയ്യാൻ പോകുന്നതിനോട് മനസ്സിലാക്കണം. നിങ്ങളുടെ സാലറി കൂടും, നിങ്ങളുടെ സാലറി കൂടുന്നതനുസരിച്ച് ഞങ്ങളുടെ കൂട്ടുള്ള കോമൺ മാൻ്റെ പോക്കറ്റിൽ നിന്ന് കൂടുതൽ പൈസ പോകും. അവർ പൈസ അവരുടെ പോക്കറ്റിൽ നിന്ന് പോകില്ല. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പൈസ പോകുന്ന ആരുടെയാണെന്നറിയാം, ഈ സ്ട്രൈക്ക് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ യൂണിയൻ ഇല്ലാത്ത ആളുകളുടെ പൈസയാണ് കൂടുതലും പോകാൻ പോകുന്നത്, സാധാരണക്കാരുടെ. എന്താണെന്ന് വെച്ചാൽ ടീച്ചേഴ്സിന് ഒരു യൂണിയൻ ഇല്ല പ്രൈവറ്റ് സ്കൂളിൽ സ്ട്രൈക്ക് ചെയ്യാൻ. അതേപോലെ MBSനൊരു യൂണിയൻ ഇല്ല. അപ്പം യൂണിയൻ ഈ സ്ട്രെങ്ത്, അത് നിങ്ങളവിടെ കാണിച്ചു. ആൻഡ് ഐ സപ്പോർട്ട് യു ഫോർ ദാറ്റ്. ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ടീച്ചേഴ്സിനും അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയ MBA പിള്ളേർക്കും അങ്ങനെ ഒരു യൂണിയൻ ആകുവാണെങ്കിൽ കേരളം കോർപ്പറേറ്റ് രീതിയിൽ നശിച്ചു പോകും, അത്രയേ ഉള്ളൂ. മെഡിക്കൽ രീതിയിൽ നമ്മളാണെങ്കിൽ നന്നായി പോകുന്ന വെച്ചാൽ ഇവിടെ കൂടുതൽ സാലറി കിട്ടും, വെളിയിൽ നിന്ന് നഴ്സസ് ഒഴുകാൻ തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾ ഓർക്കണം, നാട്ടിലുള്ള നഴ്സസിന് ജോലി കിട്ടാതെ വരും. അങ്ങനെയൊക്കെയുള്ള ചലഞ്ചസ് ഉണ്ട്, അങ്ങനെയുള്ള ചലഞ്ചസ് ഒക്കെ വരും. അപ്പം ഇത് ജസ്റ്റ് എ തോട്ട്. ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു വുഡ് ടേക്ക് ഇറ്റ് പോസിറ്റീവ്ലി. ഞാൻ ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഇത് സ്ട്രൈക്കിനെ ഞാൻ നിങ്ങളെ തെറ്റായിട്ടൊന്നും കാണുന്നില്ല, ഞാൻ കറക്റ്റായിട്ടാണ് കാണുന്നത്. പക്ഷേ അതെല്ലാവർക്കും അതിൽ ഇൻക്ലൂസീവ് ആയിരിക്കണം. പക്ഷേ ഇതെനിക്ക് അങ്ങോട്ട് പോകുമ്പം ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾ ഇന്ന് ചിലപ്പോൾ എതിർക്കുകയായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇത്ര ഹൈ ആയിട്ട് ഡിമാൻഡ് ചെയ്യുന്നത് എല്ലാ ഹോസ്പിറ്റലിലും കൊടുക്കാൻ പറ്റത്തില്ല. അത് സാധ്യമല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല അവർക്ക്. ഞാൻ റവന്യൂയുടെ കാര്യം പറഞ്ഞില്ലേ. അപ്പം ജസ്റ്റ് ബി പോസിറ്റീവ്. താങ്ക് യു.